ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹൗ ടു ബി റിച്ച്. പണം എങ്ങനെ സമ്പാദിക്കാം. പണം എന്നത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. പണം എന്നുള്ളതൊരു ഗോളാണ്. തീവ്രമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരാളും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പണം സ്വന്തമാക്കാം. നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യുക. പണം അതിലൂടെ വരുന്നു. പണത്തെ മാത്രം ഫോക്കസ് ചെയ്താൽ ഒന്നും നേടാനാകില്ല. നമുക്ക് കിട്ടിയ കഴിവിൽ ഏറ്റവും ബെറ്റർ ആകാവുന്ന എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലോകത്ത് ഓരോ കാലഘട്ടത്തിലും വരുന്ന ട്രെൻഡിനെ തിരിച്ചറിയുക. എക്സാമ്പിളായിട്ട്, പണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് ഉപയോഗിച്ചിരുന്നത് ലെറ്റേഴ്സ്, പോസ്റ്റൊക്കെ ആയിരുന്നു. എന്നാൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് അത് ലാൻഡ് ഫോണിലേക്കും മൊബൈൽ ഫോണിലേക്കുമൊക്കെ എത്തി നിൽക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് കമ്പ്യൂട്ടർ യുഗത്തിലാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനായി കമ്പ്യൂട്ടറും ലാപ്ടോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുക. കൂടുതൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട്, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു പ്രൊഡക്ഷൻ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ഓരോ സെക്ഷൻസിലും സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാഫിനെ വയ്ക്കുന്നു. അവർക്കൊരു ഹെൽപ്പാണ് ചെയ്യുന്നത്. നമുക്കതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നു. ഇതിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിലൂടെ അവർക്കും പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു, നമുക്കും പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു. പണത്തെ എങ്ങനെ നമ്മുടെ പുറകെ ഓടിക്കാമെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വാല്യൂ സെയിൽ ചെയ്താണ് നാം പണം സമ്പാദിക്കേണ്ടത്. എക്സാമ്പിളായിട്ട്, അപ്പോൾ മാർക്ക് സുക്കർബർഗിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? FBയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. ഫേസ്ബുക്കിലൂടെ നിരവധി ആളുകൾക്ക് ആശയങ്ങൾ പങ്കുവെക്കാനും ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ് ഫേസ്ബുക്ക്. ലോകത്തുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയതിന്. അതുപോലെ നാം പണം സമ്പാദിക്കുന്നത് മറ്റുള്ളവർക്ക് ഉള്ള ഒരു വാല്യൂ കൊടുത്തുകൊണ്ടായിരിക്കണം. സമൂഹത്തിൽ നാം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്കാലവും അതിന് പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ പ്രഭാതങ്ങളെ കീഴടക്കുക. നിങ്ങളുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. പ്ലാനിംഗ് എല്ലാം സമയക്രമം അനുസരിച്ച് നടത്തുക. വിജയികൾ അവരുടെ ചുറ്റുപാടിനെ രഹസ്യായുധമായി കണക്കാക്കുന്നു. ദിവസവും ഒരു 20 മിനിറ്റ് മാറ്റിവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ കരിയറിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും? കൃത്യമായി ചിന്തിച്ച് സ്ഥിരമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ബെസ്റ്റ് ആകണമെങ്കിൽ, റിച്ച് ആകണമെങ്കിൽ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യണം, അച്ചീവ് ചെയ്യുകയും വേണം. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അറിവുകൾ സമ്പാദിക്കുക. നമുക്ക് ചുറ്റുമുള്ള സക്സസ്ഫുള്ളായ ആളുകളെ പഠിക്കുക, നല്ല കാര്യങ്ങളെ നിരീക്ഷിക്കുക. എന്ത് കാര്യം ചെയ്താലും അതിലൊരു സ്ഥിരത കൈവരിക്കുക. നമ്മുടെ ഗോൾ എന്താണെങ്കിലും അത് അച്ചീവ് ചെയ്യാനായി കുറച്ച് സമയം എടുത്തേക്കാം. നമ്മൾ പേഷ്യൻ്റായിട്ട് അതിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഓരോ ദിവസവും മാക്സിമം എഫിഷ്യൻസിയോട് കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.